നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യം, നിന്റെ കൈ എന്നെ ഉരുവാക്കി എന്നെ മുഴുവനും ചമച്ചു എന്നോർപ്പിക്കുന്ന വാക്കുകളാണ്. ഇയ്യോബിന് വളരെ വ്യക്തമായി ബോധ്യതയുള്ള ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിയുടെയോ ഫലമായിട്ടല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും അത്യുന്നതനായ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്നും ഇയ്യോബ് ബോധ്യതയോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഉരുവാകുന്നതിനു മുൻപ് എന്നെ അറിയുന്ന ഒരു ദൈവം, എന്നെ കാണുന്ന ഒരു ദൈവം, എന്നെ നിർമ്മിച്ച ഒരു ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുന്ന ഭക്തനെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതോട് ചേർത്തു വെച്ചാണ് ഇയ്യോബും പറയുന്നത്, ഞാൻ നിർമ്മിക്കപ്പെട്ടത്, ഞാൻ ഉരുവാക്കപ്പെട്ടത് എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ടാണെന്നും ആ ദൈവത്തിന് എന്നെ നന്നായി അറിയാമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ആ ചിന്താഗതികൾ നഷ്ടപ്പെട്ടു പോയ ആളുകളെക്കുറിച്ചും തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിനകത്ത് യാക്കോബിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക, നിന്നെ ഉരുവാക്കിയവനും ഗർഭപാത്രത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യാക്കോബേ, നീ ഒരു കാര്യം അറിയണം, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നിന്നെ മെനഞ്ഞവൻ, നിന്നെ സൃഷ്ടിച്ചവൻ, നിന്നെ ഉണ്ടാക്കിയവൻ ഞാനാണ്. ഞാൻ തന്നെയാണ് നിന്നോട് പറയുന്നത്. നീ ഭയപ്പെടേണ്ട, നീ ധൈര്യമായിരിക്കുക. നിനക്കു വേണ്ടി വഴികളെ തുറക്കുവാൻ ഞാൻ കഴിവുള്ള ദൈവമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിർമ്മിച്ച ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ട യാക്കോബിനോട് ഞാനാണ് നിന്നെ നിർമ്മിച്ചതെന്നും നിന്നെ പോറ്റുവാനും നിന്നെ പുലർത്തുവാനും ഞാൻ വിശ്വസ്തനാണെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാനെന്ന ബോധ്യതയുള്ള ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് സങ്കടത്തോടും നിരാശയോടും കൂടി കടന്നു പോകുമ്പോൾ ഇയ്യോബിനോടും ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഭയപ്പെടേണ്ട, നിനക്ക് നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും കഷ്ടതയുടെയും നടുവിൽ നിന്നെ സഹായിപ്പാനായിട്ട് ഞാൻ വെളിപ്പെടുന്നൊരു ദിവസമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവമാണ് നമ്മെ നിർമ്മിച്ചതെന്നും മനസ്സിലാക്കുകയും നമ്മോട് ഭയപ്പെടേണ്ട, എൻ്റെ സൃഷ്ടിയായിരിക്കുന്ന നിനക്ക് വേണ്ടി ഞാൻ കരുണ കാണിക്കുമെന്നും പറയുന്ന ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായിത്തീരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തോട് മാത്രം കടപ്പെട്ടവരായി
ആ നിലകളിൽ നാം നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കേണ്ടതിന് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളെ സൃഷ്ടിച്ചവൻ ഞങ്ങളുടെ ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുൻപിൽ കുറ്റമറ്റ മനസ്സാക്ഷിയോടുകൂടി ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അറിയുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കുമെന്ന് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. ഈ ദൈവവചന ചിന്ത കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.